ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ മൈൻക്രാഫ്റ്റ് ഫ്രീ ആയിട്ട് ക്രാക്ക്ഡ് വെർഷൻ അല്ലെങ്കിൽ ഒറിജിനൽ വെർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ആദ്യം നിങ്ങൾ മൈൻക്രാഫ്റ്റ് എന്താണെന്ന് അറിയണം. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഗെയിമും കൂടി ഒന്നിച്ച് കൂടിയൊരു ഗെയിമാണ്. PvP, സർവൈവൽ, പിന്നെ ബിൽഡിങ്, പിന്നെ മൾട്ടിപ്ലെയർ, അങ്ങനെ പലതരം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. മെയിനായിട്ട് 3 ലോഞ്ചേഴ്സാണ് ഉള്ളത്. SK ലോഞ്ചർ, ലെഗസി, പിന്നെ ടി ലോഞ്ചർ മാൽവെയർ ഒക്കെ ആയതുകൊണ്ട് അത് നമ്മൾ ഈ വീഡിയോ നോക്കില്ല. അപ്പോൾ നമ്മളിതിൽ കാര്യമായിട്ട് SK ലോഞ്ചറാണ് നോക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളെ വെബ് ബ്രൗസർ എടുക്കുക. വെബ് ബ്രൗസറിൽ SK ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം കാണുന്ന പോലത്തെ ആ വെബ്സൈറ്റിൽ കയറുക. ആ വെബ്സൈറ്റിൽ നിങ്ങൾ സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ഓപ്ഷനിൽ ആദ്യം നമ്മൾ രജിസ്റ്ററാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഒരു ഇമെയിൽ ഐഡിയും പുതിയൊരു പാസ്വേഡ്, ഇമെയിലിൻ്റെ പാസ്വേഡല്ല പുതിയൊരു പാസ്വേഡും വെച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ മുന്നിലുള്ള ലോഗിൻ്റെ ഓപ്ഷനിലേക്ക് തന്നെ വരും. അവിടെ നിങ്ങൾ ഇപ്പം കൊടുത്ത ഇമെയിൽ ഐഡിയും ഇപ്പം കൊടുത്ത പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ നിങ്ങൾ യൂസർ നെയിം കൊടുക്കാൻ പറയും. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടി യൂസർ നെയിം അത് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് എൻ്റെ യൂസർ നെയിമായ സുഡോക്കോ എന്നാണ്. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് പ്രൊഫൈൽ അടിക്കുക. ക്രിയേറ്റ് പ്രൊഫൈൽ അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രൊഫൈൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡായി എന്ന് കാണിക്കും. എന്നിട്ട് ലോഡായിട്ട് നിങ്ങളെ സ്റ്റീവിൻ്റെ സ്കിന്നും ചിലപ്പോൾ ഒരു ഏഡൊക്കെ കാണേണ്ടി വരും. സ്കിപ്പ് ചെയ്ത് വിടുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്കിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഫയലിന് ചൂസ് ചെയ്യുക. എന്നിട്ട് സേവ് ചേഞ്ച് അടിക്കുക. കേപ്പും അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് ഡൗൺലോഡിൽ പോയിട്ടാണ് വിൻഡോസിലേക്കാണോ മാക്കാണോ ലിനക്സ് ആണോ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡൗൺലോഡ് ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ലോഡാവാനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ലോഡായാൽ ആ ഡൗൺലോഡ് ഇൻസ്റ്റാളറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു exe ഫയൽ വന്നിട്ടുണ്ടാവും ഡൗൺലോഡിൽ. അത് നിൽക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ ഒരു കാര്യം കൂടി നോക്കാണ്ട് ആ കസ്റ്റമൈസേഷനിൽ തന്നെ ഞാൻ പറയാൻ മറന്നുപോയതാണ്. അവിടെ എക്സ്പ്ലോർ അവൈലബിൾ സ്കിന്ന് കേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിൽ ഉള്ളതായിട്ട് ഇൻബിൽഡായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എക്വിപ്പ് ചെയ്യാൻ കഴിയും. ആദ്യം നിങ്ങൾക്ക് വേണ്ടിയൊരു കേപ്പ് സെലക്ട് ചെയ്യായിരുന്നു. ഏതാണോ ഇഷ്ടം ഇതെടുത്തുനിന്ന് ഞാൻ എന്നിട്ട് അസൈൻ കേപ്പ് അടിച്ചാൽ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും പുറത്ത് കേപ്പ്. അപ്പം ബാക്കിലേക്ക് തന്നെ പോയാൽ ബാക്കിൽ മൈ അക്കൗണ്ടിൽ കസ്റ്റമൈസേഷനിൽ ഇപ്പോൾ കാണാം അവിടെ കേപ്പ് വന്നിട്ടുണ്ട്. കണ്ട ഇതേപോലെ സേവ് ചേഞ്ച് അടിച്ചാൽ കേപ്പും വരുത്താൻ കഴിയും. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കയറ്റി exe ഇൻസ്റ്റാൾ ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ അടിക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കോ. ഇത്തിരി ടൈം എടുക്കും. ഇപ്പം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഞാൻ ലാസ്റ്റ് കളിച്ചത് 1.18 അങ്ങനെ ഏതിലോ ആണ്. എൻ്റെ ശേഷം ഞാനും കുറേ കാലങ്ങൾക്ക് ശേഷം കളിക്കുകയാണത്. അപ്പോൾ കളിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളത് ഒരു പുതിയ ഗൈഡായിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇങ്ങനെ ഫിനിഷായിട്ട് കാണിക്കും. അത് ഫിനിഷ് അടിച്ചാൽ നിങ്ങൾ ഇത് വരും. ആ ലോഞ്ചർ ഓണായി വരും. SK ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് വെർഷനൊക്കെ കാണിക്കും. അപ്ഡേറ്റ് ആവും. ഫസ്റ്റ് 2 വരും ലോഗിൻ ആകുമ്പോൾ. SK ലോഞ്ചർ എന്ന് വന്നതിന് ശേഷം ലോഞ്ചർ 3 എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ പോപ്പപ്പ് ആവും. അതിൽ നിങ്ങൾ ഓഫ്ലൈൻ മോഡ് എന്നുള്ള ആ മോഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്ത യൂസർ നെയിമും വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോഴേ നിങ്ങളെ സ്കിന്ന് വരുള്ളൂ. എന്നിട്ട് ലേറ്റസ്റ്റ് റിലീസ് എന്നുള്ളതിൽ ലേറ്റസ്റ്റ് റിലീസിലാണ് നിങ്ങളെ പുതിയ വെർഷൻ ഉണ്ടാവുക. അതിലാണ് നിങ്ങൾ പ്ലേ നൗ കൊടുക്കുമ്പോൾ അത് ഡൗൺലോഡ് ആവും.
ഡൗൺലോഡായി കഴിഞ്ഞാൽ അത് നേരെ പുതിയ വെർഷനിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലെയറോ സിംഗിൾ പ്ലെയറൊക്കെ കളിക്കാം. മൾട്ടിപ്ലെയർ ഇത് ക്രാക്ക്ഡ് വെർഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒറിജിനൽ സർവേഴ്സിലൊന്നും കളിക്കാൻ കഴിയില്ല, പക്ഷേ ക്രാക്ക്ഡ് സർവേഴ്സിലൊക്കെ കളിക്കാൻ കഴിയും. അങ്ങനെയാണ്. പിന്നെ 2-3 പെർമിഷൻ അലോ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഈ കുറേ സർവേഴ്സ് ഉണ്ട്, ഇതിലേതെങ്കിലും ഒരു സർവേഴ്സ് ക്രാക്ക്ഡ് അല്ലാത്ത ഏതെങ്കിലും സർവേഴ്സിൽ കയറുകയാണെങ്കിൽ എനിക്ക് കളിക്കാൻ കഴിയില്ല. ലോഗിൻ അടിച്ചാലും കണ്ട കണക്ഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കാരണം ക്രാക്ക്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്വിറ്റ് അടിച്ചിട്ട് ഇവിടെ സെറ്റിങ്സിൽ നമുക്ക് ടീം മാറ്റാം. പിന്നെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാളേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളതിലാണ് നിങ്ങൾക്ക് വെർഷൻ മാറ്റാനും പിന്നെ ഫോർജ്, നിയോ ഫോർജ്, ഫാബ്രിക് അങ്ങനത്തെ മോഡൊക്കെ ചെയ്യാനാണ് അതുള്ളത്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലതരം വെറൈറ്റി എലമെൻറ്റ്സ്, പോക്കിമോൻ, അങ്ങനെ പലതരം ഡ്രാഗൺസ് അങ്ങനത്തേനൊക്കെ ആഡ് ചെയ്യാൻ കഴിയുന്നതിനാണ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ലെഗസി ലോഞ്ചറാണ് നോക്കാൻ പോകുന്നത്. ലെഗസി ലോഞ്ചറും ഏകദേശം ഇതുപോലെയാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണുന്ന അതിൽ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഓപ്ഷൻ ഉണ്ട്, അവിടെ ഡൗൺലോഡ് ചെയ്യുക. ഇതേപോലെ തന്നെ ഓപ്ഷനും ഏകദേശം. അടുത്തതായിട്ട് നിങ്ങൾ ഒറിജിനൽ ഓൺ ചെയ്യുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ വരിക. മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ വന്നിട്ട് മൈൻക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ മുന്നിൽ തന്നെ ഉണ്ടാവും മൈൻക്രാഫ്റ്റിൻ്റെ. അവിടെയാണ് നമുക്ക് ബെഡ് റോക്കും ജാവയും ഉണ്ടാവുക. കാരണം ബെഡ് റോക്ക് മറ്റേ അധിക ലോഞ്ചേഴ്സിലും കിട്ടൂല. അപ്പം ഇവിടെ നിന്ന് തന്നെ കയറ്റണം. നിങ്ങൾ ഒറിജിനൽ പൈസ കൊടുത്ത് വാങ്ങണം. ഏകദേശം കുറച്ച് പൈസ ഉണ്ട്, 1000 അല്ലെങ്കിൽ ചിലപ്പം വില കുറയാറുമുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒറിജിനൽ ഉള്ളതുകൊണ്ട് എനിക്കവിടെ ഇൻസ്റ്റാൾ ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് ആകും, കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് നേരെ പ്ലേ നിൽക്കിയാൽ മതി. പ്ലേ നിൽക്കിയാൽ നേരെ ലോഞ്ചർ ഓണായി വരും. ഓണായി വന്നാൽ നിങ്ങൾ കുറച്ച് അപ്ഡേറ്റും കൂടി ചെയ്യേണ്ടി വരും. അപ്പം ആ ലോഞ്ചർ ഓണായി വന്ന് സൈൻ ഇൻ വിത്ത് മൈക്രോസോഫ്റ്റ്, നിങ്ങൾ പർച്ചേസ് ചെയ്ത അതേ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ലോഗിൻ ആയി വരും. എന്നിട്ട് ഒരു ലോഡിങ് സ്ക്രീൻ വരും. പുതിയ അപ്ഡേറ്റിൻ്റെ ലോഡിങ് സ്ക്രീനാണ്. ഇവിടെ കാണാം എൻ്റെ അക്കൗണ്ട് ലോഗിനായി വന്നിട്ട് പ്ലേ ജാവ ആൻഡ് ബെഡ് റോക്ക് എഡിഷൻ രണ്ടും കാണിക്കും. പിന്നെ അത് രണ്ടും എനിക്ക് പ്ലേ ചെയ്യാൻ കഴിയും. നിൽക്കിയാൽ അത് പ്ലേ ആയിട്ട് ഏതാ വെർഷൻ എന്ന് താഴെ ലെഫ്റ്റിലായിട്ടുണ്ട്. അവിടെ പ്ലേ നൗ കൊടുത്താൽ അത് ഡൗൺലോഡ് ആവും. ഏതാ വെർഷൻ എന്ന് വെച്ചാൽ ആ വെർഷൻ, എന്നിട്ട് മറ്റേതുപോലെ തന്നെ ലേറ്റസ്റ്റ് വെർഷൻ ഓണായി വരും. ലേറ്റസ്റ്റ് വെർഷൻ ഓണായി വന്നാൽ മൾട്ടിപ്ലെയർ ഇതിൽ പ്രൊസീഡ് കൊടുത്താൽ എനിക്ക് ഈ ഇത് വെച്ചിട്ട് എല്ലാ സെർവറിലും കളിക്കാൻ കഴിയും. ഒറിജിനൽ ആയതുകൊണ്ട് ഇതിലും ഓപ്ഷൻസൊക്കെ അലോ ചെയ്യേണ്ടി വരും. കുറച്ച് നെറ്റ്വർക്കിൻ്റെ ഓപ്ഷൻസ് അതൊക്കെ ഉണ്ടാവും, അലോ ചെയ്യുക. ഇതിലും സിംഗിൾ പ്ലെയറും ഒക്കെ കളിക്കാവുന്നതാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.